ശ്രീ പി വി അൻവർ, ആര്യാടൻ ഷൗക്കത്തിനാണ് കൂടുതൽ സാധ്യതയെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ആണ് പ്രഖ്യാപിക്കേണ്ടത്. അത് പ്രഖ്യാപിക്കട്ടെ. ആര്യാടൻ ഷൗക്കത്താണ് നിർത്തുന്നതെങ്കിൽ മറിച്ചൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരിക്കും CPM കണ്ടെത്തുക. BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്ത സാഹചര്യത്തിൽ അവിടെ ഉണ്ടാവുന്ന ഇക്വേഷൻസിൽ UDF ആശങ്കയുണ്ടോ ശ്രീ പി വി അൻവർ? ആശങ്കപ്പെടണമല്ലോ. ബുദ്ധിയും വിവരമുണ്ടെങ്കിൽ നമ്മൾ ആശങ്കപ്പെടണ്ടേ? 10,000 വോട്ട് എന്ന് പറയുന്നത് ചില്ലറ വോട്ടാണോ? ആകെ 2,000-3,000 വോട്ടിൻ്റെ ബാലൻസിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ N ബ്ലോക്കായിട്ടൊരു 10,000 വോട്ട്, അതിൻ്റെ ഒപ്പം വേറെയും വോട്ടുകളുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പെട്ടിയിലേക്ക് ചെന്നാൽ എന്താ സ്ഥിതി? ആശങ്ക തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ശ്രീ പി വി അൻവർ? തീർച്ചയായിട്ടും കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ഇന്നത്തെ കഴിഞ്ഞ 2 ദിവസമായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ചതുരംഗക്കളിയെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. അത് തീരുമാനമെടുക്കാനുള്ള ശേഷിയും പ്രാപ്തിയും യുക്തിയും UDFിൻ്റെ ലീഡർഷിപ്പിനുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് ഹൈക്കമാൻഡിന് ഒരൊറ്റ പേരാണ് പോയിരിക്കുന്നത്, അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരാണ്. പക്ഷേ 2 ദിവസത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ UDFിന് ഒരുപക്ഷേ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുനരാലോചന വേണ്ടിവരും എന്നാണോ ശ്രീ പി വി അൻവർ പറയുന്നത്, ഈ പേരിൽ പോലും? അല്ല, പേരുകൾ തീരുമാനിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ കൂടി പഠിക്കട്ടെ. ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കേണ്ട കാലഘട്ടത്തിലാണ്. ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല, അതൊരു കോംപ്ലിക്കേറ്റഡ് പൊസിഷനിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ അതിനെയും മറികടക്കണം. അതിൻ്റെ മുമ്പ് വിശാല മനസ്കതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കണ്ടറിയണം. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. പി വി അൻവർ, ഒരു കാര്യം ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ VS ജോയിയെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാകാമായിരുന്ന ഒരു കംഫർട്ട് ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തുമ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ കംഫർട്ട് നഷ്ടപ്പെടുന്നുണ്ടോ UDFിന്? അത് കുറച്ചുകൂടി ഒന്ന് പോരാടേണ്ടി വരുന്നു, കുറച്ചുകൂടി ഒരു ടഫായി മാറുകയാണോ UDFിന്? ഇല്ല, ഞാൻ VS ജോയി, ആര്യാടൻ ഷൗക്കത്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജോയി എന്ന പേര് ഞാൻ അന്ന് പറയാനുണ്ടായ സാഹചര്യം, ഈ മലയോര മേഖലയിലെ വിഷയാധിഷ്ഠിതമായിട്ട് ആ മലയോര കർഷകരെ, കുടിയേറ്റ കർഷകരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് നടക്കുന്നു. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു MLA പോലുമില്ല എന്ന വലിയ പരാതി ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നടക്കും. ഈ ഇത്തരം വിഷയങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഈ എന്താ പറയുക, നിലമ്പൂരിലെ ഈ വന്യമൃഗശല്യത്തിൻ്റെ, ഞാൻ പറഞ്ഞ തുറന്നിട്ട മൃഗശാലയിലെ നടുക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയെന്ന് നടക്കും. കുടിയേറ്റ മലയോര കർഷകരുടെ വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ സ്വന്തം അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമെന്ന് നടക്കും. അത് ആ മൊത്തം കമ്മ്യൂണിറ്റിക്ക് ഒരു ആശ്വാസം നൽകുമെന്ന നിലക്കും മാത്രമാണ് ഞാൻ ആ പേര് പറഞ്ഞത്. ഓക്കെ. അതിനുശേഷം വന്യമൃഗ പ്രശ്നം അതിലേറെ രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന ജോയിയോട് വ്യക്തിപരമായിട്ട് പ്രത്യേക മമതയോ ആര്യാടൻ ഷൗക്കത്തിനോട് പ്രത്യേകം വിരോധമോ ഒന്നും ആ വിഷയത്തിലില്ല. ആ രീതിയിലല്ല അതിനെ കാണേണ്ടത്. അതിന് വിശാലാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 48 മണിക്കൂറിൽ BJPയുടെ ഭാഗത്തുനിന്ന് വന്ന നീക്കമടക്കം, സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നതടക്കം വന്നിരിക്കുന്ന ഇക്വേഷൻസ് പരിഗണിക്കുമ്പോൾ VV ജോയിയെ ആണ് നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി അനായാസം UDFിന് വിജയം സ്വന്തമാക്കാം. VS ജോയിയാണ് നിൽക്കുന്നതെങ്കിൽ അനായാസം നമുക്കത് സ്വന്തമാക്കാം. പക്ഷേ VS ജോയിക്ക് പകരം ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ വിജയിക്കും, പക്ഷേ അതത്ര അനായാസമായിരിക്കില്ല എന്നാണോ ശ്രീ പി വി അൻവർ കരുതുന്നത്? അല്ല, BJPയുടെ വോട്ട് N ബ്ലോക്കായിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഷൗക്കത്തായാലും ജോയി ആയാലും അവിടെ മത്സരം വളരെ കടുത്തതാകും. അതിനെ മറികടക്കാൻ എന്തൊക്കെ മാർഗം, അതെങ്ങനെ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഇവിടെ ആലോചനാ വിഷയം. സ്ഥാനാർത്ഥി മാത്രമല്ല. അപ്പോൾ അതിന് സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഈ ജാതി മത സമവാക്യങ്ങൾ മാത്രം വീക്ഷിച്ച് നിൽക്കുന്ന CPM ഇപ്പുറത്ത് ഏത് ജാതിക്കാരനാണോ ഏത് മതക്കാരനാണോ വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആളെ കണ്ടെത്താൻ അവർക്കൊരു പ്രയാസമില്ല. അപ്പോൾ ഈ ഇക്വേഷൻസ് മുഴുവൻ കണ്ടിട്ട് വേണം ഇതിലൊരു തീരുമാനം എടുക്കാൻ. അതൊരു ഗൃഹപാഠം ഒന്നുകൂടി ചെയ്യണം. UDF ഗൃഹപാഠം ഒന്നുകൂടി ചെയ്യണം.
തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ അകത്തെ ഇക്വേഷൻസിനേക്കാളും അവർ പ്രാധാന്യം നൽകേണ്ടത് നിലമ്പൂർ മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻസിനാണ്. ആ നിലയിലേക്ക് ആ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോയെങ്കിലേ ഈ പിണറായിസത്തിനെതിരെയുള്ള വോട്ട് നമുക്കൊരു പെട്ടിയിലേക്ക് സ്വരൂപിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ് ആ പൊളിറ്റിക്കൽ മെസ്സേജ്. നമുക്കത് അവിടെ നിർത്താം. ബാക്കി UDF തീരുമാനിക്കട്ടെ.